1870-കളിൽ ബ്രിട്ടീഷുകാരാണ് മൂന്നാറിൽ തേയിലക്കൃഷിക്ക് തുടക്കം കുറിക്കുന്നത്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു എങ്കിലും പൂഞ്ഞാർ രാജകുടുംബത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ഈ പ്രദേശം. തിരുവിതാംകൂറും മദ്രാസും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും തിരുവിതാംകൂർ ദിവാനുമായിരുന്ന ജോൺ ഡാനിയൽ മൺറോ ഇവിടം സന്ദർശിച്ചതോടെയാണ് മൂന്നാർ പ്രസിദ്ധമാവുന്നത്. ഈ പ്രദേശത്തിന്റെ മനോഹാരിത അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹം പൂഞ്ഞാർ കൊട്ടാരത്തിലെത്തി രാജകുടുംബ തലവനായ രോഹിണി തിരുനാൾ കേരളവർമ്മ വലിയ രാജയെ കണ്ടു. മൂന്നാറിലെ കുന്നുകൾ നല്ലൊരു തുകയ്ക്ക് പാട്ടത്തിന് നൽകുവാൻ കേരളവർമ്മ രാജയെ മൺറോ പ്രേരിപ്പിച്ചു. പൂഞ്ഞാർ രാജാവിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് 1880-ൽ യൂറോപ്യൻ പ്ലാന്ററായ A.H. ഷാർപ്പ് മൂന്നാറിലെ 50 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ആദ്യത്തെ തേയില നട്ടുപിടിപ്പിച്ചു. എന്നാൽ ഇതിന് ഏകദേശം അരനൂറ്റാണ്ട് മുൻപ് തന്നെ 1817-ൽ മദ്രാസ് ആർമിയിലെ ചില ഉദ്യോഗസ്ഥർ സർവേക്കായി മൂന്നാർ സന്ദർശിച്ചിരുന്നതായി പറയപ്പെടുന്നു. അന്ന് അവർക്ക് വഴികാട്ടിയായതും മൂന്നാറിലെ മനോഹരമായ കുന്നിൻ മേഖലകൾ അവരെ കാണിച്ചു കൊടുത്തതും മൂന്നാറിലെ മലയോര മുതുവാൻ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കാനനും ദേവനും എന്നീ 2 പേരായിരുന്നു. ഈ മലയോര നിവാസികളുടെ പേരാണ് ബ്രിട്ടീഷുകാർ പിന്നീട് ഈ കുന്നുകൾക്ക് നൽകിയത് എന്നാണ് ചരിത്രം. 1890-കളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തേയിലക്കൃഷി വ്യാപിപ്പിച്ചു. 1894-ൽ കണ്ണൻ ദേവൻ ഹിൽസ് പ്രൊഡ്യൂസ് കമ്പനി രൂപീകരിച്ചു. 1915-ൽ ഏകദേശം 15ഓളം തേയില ഫാക്ടറികൾ മൂന്നാറിൽ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ കാളവണ്ടികളിലാണ് തോട്ടങ്ങളിൽ നിന്നും ഇലകൾ ഫാക്ടറികളിലേക്ക് എത്തിച്ചിരുന്നത്. പിന്നീട് അത് ട്രാക്ടറുകൾക്ക് വഴിമാറി. 1926-ൽ തേയിലയും ചരക്കുകളും കൊണ്ടുപോകുന്നതിനായി കുണ്ടള വാലി റോപ്പ്വേ സ്ഥാപിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഈ കമ്പനികളുടെ ഉടമസ്ഥാവകാശം ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ തുടർന്നു. 1971-ൽ കേരള സർക്കാർ കണ്ണൻ ദേവൻ ഹിൽസ് ഭൂമി പുനരാരംഭിക്കൽ നിയമം പാസാക്കി. അത് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഇന്ത്യൻ അധികാരികൾക്ക് തിരികെ നൽകി. അന്നു മുതൽ കണ്ണൻ ദേവൻ കുന്നുകൾ റവന്യൂ വില്ലേജായി മാറി. 1976-ൽ ഫിൻലെ ഗ്രൂപ്പിന്റെയും ടാറ്റ ഫിൻലെ ലിമിറ്റഡിന്റെയും പൂർണ്ണ ബിസിനസ് അവകാശം ടാറ്റ സ്വന്തമാക്കി. 1983-ൽ ടാറ്റ ടീ നിലവിൽ വരികയും 80കളുടെ മധ്യത്തിൽ ചുണ്ടുവരൈ എസ്റ്റേറ്റിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ തേയില ഫാക്ടറി സ്ഥാപിക്കുകയും ചെയ്തു. 1990-കളിൽ ടാറ്റ ടീ മാട്ടുപ്പെട്ടിയിൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായ തേയില ഫാക്ടറി സ്ഥാപിച്ചു. 2005-ൽ കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനി മൂന്നാറിലെ ഭൂരിഭാഗം തേയിലത്തോട്ടങ്ങളും ഏറ്റെടുത്തു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വഴികാട്ടിയായിരുന്ന മലയോര നിവാസികളുടെ പേര് ടാറ്റ ടീയുടെ ബ്രാൻഡ് നെയിമായി മാറി. പൂഞ്ഞാർ രാജകുടുംബത്തെ പരാമർശിക്കാതെ മൂന്നാറിന്റെ ചരിത്രം ഒരിക്കലും പൂർണ്ണമാകില്ല. ചരിത്രത്തിന്റെ ഒരു നീണ്ട കാലഘട്ടത്തിൽ ഈ രാജകുടുംബത്തിന് മൂന്നാറിലെ കുന്നുകളുടെ സംരക്ഷകരാകാനുള്ള പദവി ലഭിച്ചു. തോട്ടം വ്യവസായം 19-ാം നൂറ്റാണ്ടിൽ മൂന്നാറിനെ കണ്ടെത്തുകയായിരുന്നു എങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിൽ ടൂറിസം വ്യവസായം അത് വീണ്ടും കണ്ടെത്തി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1600 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന ഈ മനോഹര ഹിൽ സ്റ്റേഷനിലേക്ക് ലോകത്തെമ്പാട് നിന്നുമുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങി. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വയലാറിന്റെ പ്രശസ്തമായ വരികളാണ് ഓർമ്മ വരുന്നത്. ഈ മനോഹര തീരത്തു തരുമോ ഇനി ഒരു ജന്മം കൂടി. മൂന്നാറിലെ കണ്ണൻ ദേവൻ മലനിരകൾ വർഷത്തിൽ 365 ദിവസവും പച്ചപ്പരവതാനി വിരിച്ച് സഞ്ചാരികൾക്കായി കാത്തിരിക്കുന്നു.